ഹലോ, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വളരെ ചുരുക്കത്തിൽ കേൾക്കാം. അപ്പോൾ നമ്മുടെ രഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് അവളുടെ ഇപ്പോഴത്തെ അമ്മ അവളെ താരാട്ട് പാട്ടുപാടി ഇങ്ങനെ ആശ്വസിപ്പിച്ചോളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗീതു നേരെ വിജയലക്ഷ്മി അമ്മേനെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, രഞ്ജു ആണ് എൻ്റെ ഫോണിൽ നിന്ന് തെളിവുകളൊക്കെ കണ്ടെടുത്തിട്ട് കണ്ണേറ്റിന് കാണിച്ചു കൊടുത്ത് സ്റ്റാർ ആവാൻ ശ്രമിച്ചത്. അവളിപ്പോൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് രാധികാമ്മേനെയും വരുണിനെയും കൊടുക്കായിരുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ കൊടുക്കാമായിരുന്നു. ഇപ്പം എന്തായാലും രാധികാമ്മ വരുണിനെ തിരിച്ച് സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് കണ്ണേറ്റിനോട് സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് തിരിച്ചെന്തായാലും വരുണിനെ ഇവിടേക്ക് എത്തിക്കുന്നു പറയാണ്. അപ്പോൾ എന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഭാഗ്യം തന്നെ ശിവരഞ്ജിനിയെ സംശയം തോന്നാത്തത് ഭാഗ്യം തന്നെ. സംശയമായിരുന്നെങ്കിൽ അവളെ ഇപ്പോൾ ഇല്ലാതാക്കിയതിനെ രാധിക ഇല്ലാതാക്കാൻ ശ്രമിച്ചേനെന്നൊക്കെ പറയും. അപ്പോൾ രഞ്ജു ചെയ്തത് തെറ്റല്ലേ എന്നിങ്ങനെ ഗീതു ചോദിക്കും. അപ്പോൾ വിജയലക്ഷ്മി പറയും, തെറ്റ് തന്നെയാണ്, പക്ഷേ അവൾ വെറുതെ ഒരു ആളാവാൻ വേണ്ടി പെട്ടെന്ന് ആളാവാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും, അതിനുവേണ്ടി ചെയ്തതായിരിക്കും. നീ അവളെ ശത്രുപക്ഷത്ത് കാണാൻ പാടില്ല, നിൻ്റെ ശത്രു രാധികാമ്മയും വരുണാണെന്ന് ഇങ്ങനെ ഗീതയോട് പറയും. അപ്പോൾ ഗീത ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും, എന്താ രഞ്ജുവിന് ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് കുറ്റം, ആരും ഒരു രഞ്ജുവിന് കുറ്റം പറയാത്ത എന്താണെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും. എന്നിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഗീത അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തായാലും രഞ്ജുവിനെ കുറ്റം പറയാത്തതെന്ന്, അതായത് ഇങ്ങനെ ന്യായീകരിച്ച് പറയുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജു അവിടേക്ക് വരും. എന്നിട്ട് പറയും, എന്താ പ്ലാനുകളൊക്കെ പൊളിഞ്ഞതിൻ്റെ ആണോ? നീ ഉണ്ടാക്കിയ തെളിവ് നീ കാണിച്ചപ്പോൾ കണ്ണേട്ടൻ വിശ്വസിച്ചില്ല, ഗോവിന്ദേട്ടൻ വിശ്വസിച്ചില്ല. അതെന്താ വെച്ചാൽ രാധികാമ്മയും വരുണുമായിട്ടുള്ള ബന്ധം അത്രയ്ക്കുണ്ട് എന്ന് പറയും. പക്ഷേ ഞാൻ കാണിച്ചപ്പോൾ അത് വിശ്വസിച്ചു. അതിനർത്ഥം എന്താ? അവരെക്കാളും മുകളിലാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ഗീതന് അത് പിടിച്ചില്ല. എന്നിട്ട് നീ ഉണ്ടാക്കിയ തെളിവുകൾ, ഇനിയും ഉണ്ടാക്കുന്ന തെളിവുകൾ എനിക്ക് താ, ഞാൻ നിൻ്റെ ആഗ്രഹം എന്നിലൂടെ സാധിച്ചു തരാമെന്ന് പറയണം. അപ്പോൾ ഗീത ഇങ്ങനെ, വേണ്ട, ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് പോരാടി തന്നെയാണ് ഇവിടെ പിടിച്ചു നിന്നത്, ഇനിയും എനിക്കത് തന്നെ ചെയ്യാൻ അറിയാം, അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണം, അതിൻ്റെ റിസൾട്ട് എനിക്ക് തന്നെ കിട്ടണം, നിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പോൾ രഞ്ജു പറയും, എപ്പോഴായാലും നീ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവളല്ലേ, നിങ്ങളൊരു കോൺട്രാക്ട് മാരേജ് അല്ലേ, പിന്നെ നിങ്ങളുടെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും പരിഗണനയിലല്ലേ എന്ന് പറയും. അപ്പോൾ ഗീതുനാകെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. ആര് പറഞ്ഞാൽ എന്താ, ശരിയല്ലേ, ഇത്രയും പറയണമെങ്കിൽ അത് ആരായിരിക്കുന്നു എന്ന് എനിക്ക് ഊഹിച്ചൂടെ എന്ന് പറയും. അപ്പോൾ ഗീതു എന്തായാലും ഉറപ്പിക്കും, ഒബ്വിയസ്ലി അത് കണ്ണേട്ടൻ തന്നെയാണ് ഇവരോട് പറഞ്ഞത്, വേറെ ആരും ആയിരിക്കില്ല എന്ന് പറയും. അങ്ങനെ ദേഷ്യത്തോടെ നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കും, നിങ്ങൾ എന്തിനാ നാട്ടുകാരോട് മൊത്തം പറയാൻ പോകുന്നത്, നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് മാരേജ് ആണെന്നുള്ള കാര്യം എന്തിനാ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതൊരു പച്ചയായ സത്യമില്ലെന്ന് ഗോവിന്ദ് പറയും. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് പുറത്ത് ആരോടും പറയരുത് എന്നുള്ളതും നമ്മൾ തമ്മിലുള്ള അങ്ങനെ ഒരു ധാരണ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് നിങ്ങളെന്തിനാ രഞ്ജുവിനോട് പോയിട്ട് പറഞ്ഞേയും ചോദിക്കും, അവൾക്കെല്ലാം അറിയാലോ, അവൾ ഇങ്ങോട്ട് ചോദിച്ചില്ല, അവളെ ഇനി ഇൻസൾട്ട് ചെയ്തു ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇനി അവളുടെ അമ്മയായിരിക്കും അവളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക, ഇനി അവളുടെ അമ്മയാണ് പറഞ്ഞതെന്ന് ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രസവിച്ചതും എൻ്റെ അമ്മയും അവർ തന്നെയാണെന്നുള്ള കാര്യം ഇവൾ മനസ്സിലാക്കും. അത് വേണ്ട, ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് സമ്മതിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോവിന്ദ് പറയും, അതെ ഞാൻ തന്നെയാണ് പറഞ്ഞത്, അതിന് ഇപ്പം എന്താ കുഴപ്പമെന്നൊക്കെ പറയും. എന്നിട്ട് ഗീതുവിന് അത് ഒട്ടും ഇഷ്ടമായില്ല. പ്രിയെ അത് മാറ്റി പറയണം, നിങ്ങളിപ്പോൾ തന്നെ രഞ്ജുവിൻ്റെ റൂമിൽ പോയിട്ട് അത് മാറ്റി പറയണം, നമ്മൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് മാരേജ് അല്ല, ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ അവരോട് പോയിട്ട് പറയണമെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് ആദ്യം നിരസിക്കും, നീ പോയി കേസ് കൊടുക്കുകയും ചോദിക്കും. അപ്പോൾ ഗീത പറയും, കേസ് കൊടുക്കും, കോടതിയിലല്ല, പ്രിയയുടെ മുന്നിൽ എന്ന് പറയും. അങ്ങനെ പ്രിയയെ വിളിക്കും. എന്നിട്ടിങ്ങനെ കോൺട്രാക്റ്റ് മാരേജ് ആണെന്ന് പറയുക, എന്താ പറയുക, ഇങ്ങനെ കളിപ്പിക്കും, ഗോവിന്ദിനെ ടെൻഷൻ അടിപ്പിക്കും, പറയും പറയാതിരിക്കും, ഇങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്തും. അപ്പോൾ ഗോവിന്ദിന് പറയുന്നുള്ളൊരു പേടി കൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ, ഒന്നുമില്ല മോളെ, പറയണ്ടെന്ന് ഇങ്ങനെ ഗീതയോട് പറയും. ഗീതു ഇങ്ങനെ പറയും, അന്നൊരു ഡെലിവറി ഗേളായിരുന്നു, നിൻ്റെ ഏട്ടൻ ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടായിരുന്നു, നീ അത് അറിയണം, നീയും വിനോദും അന്ന് പ്രണയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, പേടിപ്പിക്കും, ടെൻഷൻ അടിപ്പിക്കും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയും, അതൊന്നുമില്ല മോളെ, അത് വേറൊരു നമ്മളെ ഫ്ലാറ്റിൻ്റെ ഒരു പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിക്കും. അങ്ങനെ ഗീതു ചേച്ചി പറയുന്നത് അനുസരിക്കണം, ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ ഒത്തുതീർപ്പാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ ഗീതുക്ക് ഉറപ്പ് കൊടുക്കും. അങ്ങനെ ഫോൺ കോൾ അവിടെ വെച്ചിട്ട് ഗോവിന്ദ് പറയും, അത് വേണോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗീതു പറയും, പോയിട്ട് പറയാമെന്ന് പറയും. അല്ല, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവൾ വിചാരിക്കും നീ പറഞ്ഞിട്ടാണ് ഞാൻ പോയെന്ന് വിചാരിക്കും, അത് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഗീതു പറയും, അത് വേണം, അതിന് കുഴപ്പമില്ല എന്ന് പറയും. അല്ല, ഞാനൊരു പെൺകൊന്തനാണെന്ന് വിചാരിക്കില്ലേ എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, അത് കുഴപ്പമില്ല, അതെനിക്ക് അഭിനന്ദനായിട്ടുള്ള കാര്യമില്ലേ എന്ന് പറയും, അഭിമാനിക്കുന്ന കാര്യമില്ലേ എന്ന് പറയും. അങ്ങനെ ഗോവിന്ദ് നേരെ അങ്ങോട്ടേക്ക് പോകും. പ്രിയെ വിളിക്കും എന്ന് പറയും. അതുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് രഞ്ജുവോട് ചോദിക്കും, നിന്നോട് ആരാ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അമ്മയാണോ എന്ന് ചോദിക്കും. നീ കേട്ടതൊന്നും സത്യമല്ല എന്ന് പറയും. നമ്മൾ തമ്മിൽ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയും. അപ്പോൾ രഞ്ജു ചോദിക്കും, ഇതാരാ അവൾ പറയാൻ പറഞ്ഞിട്ട് വന്നതാണോ ചോദിക്കും, പറഞ്ഞതാണോ ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, അങ്ങനെയൊന്നും അല്ല, നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അവൾ, അപ്പോൾ ഈ അമ്മയുടെ സ്ഥാനം തന്നെ നീ അവൾക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ രഞ്ജു പറയും, അതേ അമ്മയുടെ സ്ഥാനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, എൻ്റെ അമ്മയെപ്പോലെ തന്നെ, നമ്മളെ പ്രസവിച്ച അമ്മയെപ്പോലെ തന്നെ ഞാൻ അങ്ങേയറ്റം ഗീതുവിനെ വെറുക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.